തിരുവനന്തപുരം അമ്പൂരിയിൽ വിവാഹ വാർഷികാഘോഷ ചടങ്ങുകൾക്കിടെ മകൻ അച്ഛനെ കസേര കൊണ്ട് തലക്കടിച്ചു കൊന്നു. കുരുവിക്കുളം സ്വദേശി തോമസ് എബ്രഹാമാണ് മരിച്ചത്. മകൻ ഷാനുവിനെ വെള്ളറട പോലീസ് അറസ്റ്റ് ചെയ്തു. ഷാനു തോമസിന്റെ രണ്ടാം വിവാഹ വാർഷികമായിരുന്നു ഇന്നലെ. ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം എത്തിയിരുന്നു. സൽക്കാര പരിപാടികളൊക്കെ അവസാനിച്ച് രാത്രി 11 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. മദ്യലഹരിയിലായിരുന്ന ഷാനുവും ഭാര്യയും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തർക്കം കയ്യാങ്കളിയിലേക്ക് മാറിയപ്പോൾ ഷാനുവിന്റെ അമ്മയും അമ്മാവനും ഇടപെട്ടു. സംസാരത്തിനിടെ അമ്മാവൻ വർഗീസിനെ പ്രകോപിതനായ ഷാനു കയ്യിലുണ്ടായിരുന്ന കത്തികൊണ്ട് കുത്തി. ഈ ശബ്ദം കേട്ടാണ് കാഴ്ചപരിമിതൻ കൂടിയായ തോമസ് എബ്രഹാം അങ്ങോട്ടേക്ക് വരുന്നത്. തർക്കത്തിനിടയിൽ കയ്യിൽ കിട്ടിയ കസേരയെടുത്ത് ഷാനു പിതാവിനെ അടിച്ചു. ചെല്ലുമ്പോൾ അളിയെ പിടിച്ച് തള്ളുക, അങ്ങനെ അളിയെ വീഴുന്നു. ഇവ കത്തി എടുത്ത് വീശി നമ്മൾ നീ എന്നെ വിളിക്കോ, എന്നെ വിളിക്കാൻ കുഴപ്പമില്ല, അവരെ ഒന്നും കൊടുത്തു. വേറെ വിഷയമൊന്നുമില്ല. ചുവരിൽ ഇടിച്ച് താഴെ വീണ തോമസിന്റെ തലയ്ക്ക് സാരമായി പരിക്കേറ്റു. ആശുപത്രിയിൽ എത്തിക്കും മുന്നേ മരിച്ചു. തുടർന്ന് വെള്ളോട പോലീസ് ഷാനുവിനെ പിടികൂടി. അതേസമയം ഷാനു കസേര തറയിലാണ് അടിച്ചതെന്നും തർക്കത്തിനിടയിൽപ്പെട്ട് തോമസ് എബ്രഹാം തറയിൽ തലയിടിച്ചു വീണ് മരിച്ചു എന്നുമാണ് ഷാനുവിന്റെ ഭാര്യ പോലീസിന് നൽകിയ മൊഴി. ആയുർവേദ തെറാപ്പിസ്റ്റായ ഷാനു തോമസ് കോയമ്പത്തൂരിലാണ് ജോലി ചെയ്തിരുന്നത്. പുതിയ ജോലിക്കായി മലേഷ്യയിലേക്ക് പോകാൻ കഴിഞ്ഞയാഴ്ചയാണ് നാട്ടിലെത്തിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.